അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുരൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ പടച്ച തമ്പുരാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ഏറെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് പഠിക്കാനും പരിചയപ്പെടാനും നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മലിനമായിക്കൊണ്ടിരിക്കുന്ന വിനോദ സംസ്കാരങ്ങളെക്കുറിച്ച് തിരിച്ചറിയുവാനും സ്വന്തം ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും മാലിന്യങ്ങളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുവാനും മുൻപോട്ടുള്ള ജീവിതത്തിനിടയിൽ മാലിന്യങ്ങൾ പറ്റാതെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുമാണ് ഇത്തരത്തിലുള്ള ക്ലാസുകളെ കൊണ്ടും മതവിജ്ഞാന സദസ്സുകളെ കൊണ്ടും നമ്മൾ ഓരോരുത്തരും ഉദ്ദേശിക്കാറുള്ളത്. ഈ സമകാലീന സാഹചര്യത്തിൽ സമൂഹത്തിൽ ആർക്കും ആരെയും വിശ്വസിക്കാനോ സ്നേഹിക്കാനോ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ മുക്കുമൂലകളിൽ കുഴപ്പങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയും കൊള്ളയും കൊള്ളിവെപ്പും പിടിച്ചുപറിയും അരാജകത്വങ്ങളും കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്ന ഒരു സമകാലീന അന്തരീക്ഷം, പടരുന്ന അധാർമികതയ്ക്കിടയിൽ സത്യത്തിന്റെ പാതയെ മുറുകെ പിടിക്കുവാനും അധാർമികക്കെതിരെ നിലകൊള്ളുകയും ചെയ്യേണ്ട യുവാക്കളും കുടുംബങ്ങളും അധാർമികതയുടെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥ, സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്കാരശൂന്യരായ മനുഷ്യരുടെ
നാണം കെട്ട നെറികെട്ട പ്രവർത്തനങ്ങളുടെ വാർത്തകളാണ് ഓരോ സുദിനങ്ങളിലും പത്രത്താളുകളുടെയും അയൽപ്പക്ക സംസ്കാരങ്ങളിലൂടെയും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയേറെ എന്ന് ചോദിച്ചാൽ, ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പ്രസിദ്ധമാക്കപ്പെട്ട ഹൈടെക് സിറ്റി എറണാകുളം എന്ന പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ട ഒരു ബാർ ഹോട്ടലിൽ 100ഓളം കുടുംബങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഫാമിലി മീറ്റിൽ തന്റെ ഭാര്യമാരെ കാറിനകത്തിരുത്തിയതിനു ശേഷം പൂട്ടിയിട അതിന്റെ താക്കോലുമായി അതിന്റെ ഹാളിലേക്ക് പ്രവേശിക്കുകയും ലൈറ്റുകൾ ഓഫ് ചെയ്യുമ്പോൾ കയ്യിലുണ്ടായിരുന്ന താക്കോലുകൾ കറക്കിയെറിയുകയും ആർക്കാണോ ആ താക്കോല് കിട്ടുന്നത്, ഏത് വ്യക്തികൾക്ക് ഏത് താക്കോലാണോ കിട്ടുന്നത്, ആ താക്കോലെടുത്തു കൊണ്ടുപോയി ആ താക്കോലിന്റെ ഉടമസ്ഥതയിലുള്ള കാറ് തുറന്ന് അതിലുള്ള പെണ്ണിനെ ഉപയോഗപ്പെടുത്താമെന്ന സംസ്കാരശൂന്യമായ അധപ്പതനത്തിന്റെ, വിനോദത്തിന്റെ നെറികെട്ട പ്രവർത്തനങ്ങളാണ് ഓരോ കാലഘട്ടത്തിലൂടെയായി സമൂഹം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ലക്ഷ്യബോധമോ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ എന്തെന്നോ മൂല്യങ്ങൾ എന്തെന്നോ തിരിച്ചറിയാൻ സാധിക്കാറില്ല. സിനിമകളെയും സീരിയലുകളെയും കള്ളിനെയും കൊള്ളയെയും പിടിച്ചുപറികളെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രവർത്തനമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന യൗവനങ്ങൾ, ജീവനേക്കാളേറെ സിനിമാ നടന്മാരെ സ്നേഹിക്കുവാനും അവരുടുക്കുന്നത് പോലെ ഉടുക്കാനും അവർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനും അവർ പരസ്യപ്പെടുത്തുന്ന മോഡലുകൾക്ക് പിന്നാലെ പരക്കം പായാനും ജീവിതത്തെ സിനിമാശാലകൾക്ക് മുൻപിൽ തിക്കിലും തിരക്കിലും അനുഭവിച്ചു തീർത്തുകൊണ്ടിരിക്കുന്ന യൗവനങ്ങൾ, ജീവിതത്തിന്റെ ശൈശവ കാലഘട്ടത്തിൽ പോലും ഈ അധാർമികതയും അക്രമങ്ങളും തോന്നിവാസങ്ങളും മനുഷ്യനെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ലോകത്തെ ഏറ്റവും നല്ല കണ്ടുപിടുത്തമായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മൊബൈൽ ഫോണുകൾ പോലും ഇന്ന് ഏറ്റവും വലിയ ദുരന്തത്തിന്റെ അടയാളങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. സഹപാഠിയുടെ മൊബൈലുകളിലുള്ള ബ്ലൂ ഫിലിമുകൾക്ക് വേണ്ടി സ്വന്തം മാതാവിന്റെയും ആങ്ങള ഭാര്യമാരുടെയും കുളിമുറി രംഗങ്ങൾ മൊബൈലുകളിൽ പകർത്തി ബ്ലൂടൂത്ത് വഴി പരസ്പരം കൈമാറ്റം ചെയ്ത് ഓരോ സുദിനത്തിലും പുതിയ പുതിയ നവ്യാനുഭവങ്ങൾ എന്ന തീരുമാനത്തോടുകൂടി ലൈംഗികതയുടെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിലേക്ക് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന യൗവനങ്ങൾ, ചെറിയ കുട്ടികളിൽ പോലും എത്രമാത്രം ഇതിന്റെ ഭവിഷ്യത്തുകൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് പത്രത്തിലൂടെ നമ്മൾ വായിച്ച വാർത്ത. ഇന്ത്യയിലെ പേരുകേട്ട സിറ്റി ഡൽഹിയിൽ 2 നിലകളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രം നിർമ്മിക്കപ്പെട്ട സ്ഥാപനം. ആ സ്ഥാപനത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് 6ഓളം പെൺകുട്ടികൾ മരണപ്പെട്ടു എന്ന വാർത്ത എല്ലാ പത്രമാധ്യമങ്ങളും ആഘോഷപൂർവമായി പരസ്യപ്പെടുത്തിയപ്പോ, അങ്ങനെ ഒരു തിക്കും തിരക്കും ഉണ്ടാകാൻ മാത്രം കുട്ടികളില്ലല്ലോ, എന്നിട്ടും എങ്ങനെ ആ കുട്ടികൾക്ക് ഈ ദുരന്തം സംഭവിച്ചു എന്നുള്ള ഒരാളുടെ തോന്നലിൽ നിന്ന് അദ്ദേഹം കേസ് കൊടുക്കുകയും കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കുകയും 40ാമത്തെ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. മുകൾ ഭാഗത്ത് പെൺകുട്ടികളും അടിഭാഗത്ത് ആൺകുട്ടികളും താമസിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ഒരു ദിവസം അടിഭാഗത്തുള്ള ആൺകുട്ടികളോട് മുകളിലേക്ക് പോകാനും മുകൾ ഭാഗത്തുള്ള പെൺകുട്ടികളോട് താഴത്തേക്ക് വന്നിരിക്കാനും അവിടെയുള്ള അധ്യാപകന്മാര് അനൗൺസ് കൊടുത്തപ്പോ മുകൾ ഭാഗത്ത് നിന്നിറങ്ങി വരുന്ന പെൺകുട്ടികളോട് കയറിപ്പോകുന്ന പടികളിൽ വെച്ച് 7 വയസ്സ് പോലും തികയാത്ത ആൺകുട്ടികൾ ലൈംഗിക വികൃതങ്ങൾ കാണിച്ചപ്പോ ആ ആൺകുട്ടികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വെപ്രാളപ്പെട്ട് കോണിക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് വീണിട്ടാണ് 6ഓളം പെൺകുട്ടികൾ മരണപ്പെട്ടത് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തലുകൾക്ക് മുൻപിൽ പകച്ചിരിക്കുന്ന സമുദായത്തെയാണ്, സമൂഹത്തെയാണ് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആർഭാട ജീവിതം നയിക്കുന്നതിന് വേണ്ടി എങ്ങനെ പണം സമ്പാദിക്കാമെന്ന ദുരാഗ്രഹത്തോടുകൂടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, നാവിനൊരൽപ്പം നീളവും ആളുകളെ പറ്റിക്കാനുള്ള കഴിവുമുണ്ടെങ്കിൽ ഏതൊരുത്തനും ധനാഢ്യനാകാൻ കണ്ടെത്തുന്ന മാർഗമായ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെ
ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റുകൾ മുതൽ കണ്ണികളായും ചങ്ങലകളായും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആംബേകളായും ബിസേറുകളായും ടൈക്കൂണുകളായും മനുഷ്യന്റെ ആശകളെ അങ്ങേയറ്റം വാനോളം ഉയർത്തിച്ച് അവസാനം നഷ്ടത്തിന്റെ പാതാളക്കുഴിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ധനമോഹികളുടെ പ്രവർത്തനങ്ങൾ വരെ ഈ സമുദായത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. വിനോദത്തിന്റെ മേഖലകളിലാണെങ്കിലും ജീവിത പ്രവർത്തനത്തിന്റെ മേഖലകളിലാണെങ്കിലും ഈ രൂപത്തിലുള്ള അധാർമികതയിലേക്കും അക്രമങ്ങളിലേക്കും മനുഷ്യന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് പടച്ച തമ്പുരാൻ വേദഗ്രന്ഥത്തിലൂടെ വളരെ കൃത്യമായി പഠിപ്പിച്ചതും എന്റെ അരികിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ഫമൻ തബിഅ ഹുദായ, ആരാണോ ആ സന്മാർഗത്തെ പിൻപറ്റുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് ദുഃഖിക്കേണ്ടി വരികയോ സങ്കടപ്പെടേണ്ടി വരികയോ ഭയപ്പെടേണ്ടി വരികയോ ചെയ്യില്ല എന്ന പടച്ച തമ്പുരാന്റെ വാക്കുകളായിരിക്കണം വിശ്വാസി സമൂഹമായ നമ്മൾ ഓരോരുത്തരും ഓർമ്മിച്ചെടുക്കേണ്ടത്. ആ സന്മാർഗം എത്തിച്ചു തന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനവിഭാഗത്തെ നന്മയിലേക്ക് കൈപിടിക്കുകയും മലീമസമായി കൊണ്ടിരുന്ന ജീവിത പ്രവർത്തനങ്ങളിൽ നിന്ന് നന്മയുടെ പാതകളിലേക്ക് കൈപിടിക്കുകയും ചെയ്ത മഹത്തായ ചരിത്രം ആ കാലഘട്ടം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഒരു കള്ളിന്റെ വിപ്പയിൽ ഈച്ച വീണ് ചത്തപ്പോ എന്തുകൊണ്ട് റബ്ബേ ഞങ്ങൾ ഒരു ഈച്ചയായില്ല എന്ന് ചോദിച്ചു പൊട്ടിക്കരഞ്ഞിരുന്ന ജനത, ഒരു കള്ളിന്റെ തുള്ളി ഭൂമിയിലെ കുറ്റി വീണപ്പോ എന്തുകൊണ്ട് റബ്ബേ ഞങ്ങളെ ഭൂമിയായി പടച്ചില്ല എന്ന് സങ്കടപ്പെട്ട് കവിതകൾ എഴുതിയിരുന്ന ജനത, എന്റെ മരണശേഷം മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ എന്നെ മറമാടണം, എങ്കിൽ മുന്തിരിവള്ളിയുടെ വേരിന്റെ ചുവട്ടിലൂടെ വരുന്ന അതിന്റെ നീര് എന്റെ കബറിലേക്ക് മരണശേഷവും എനിക്കുപകാരപ്പെടുമെന്നുള്ള ചിന്തയോടുകൂടി മക്കൾക്ക് മരണവസിയത്തായി മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറമാടാൻ കൽപ്പിച്ചിരുന്ന ജനത, 70, 80, 90 വയസ്സുകളായ പടുവൃദ്ധകളായ സ്ത്രീകളെപ്പോലും കാമപൂർത്തീകരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരുന്ന ജനത, ഓരോ ദിവസങ്ങളും ഓരോ പെണ്ണ് വേണം, എനിക്ക് ഇന്നത്തേക്കൊരു ഭാര്യയെ ആവശ്യമുണ്ട് എന്ന് പരസ്യമായി വീട്ടുകൾക്ക് മുൻപിൽ എഴുതി വെച്ചിരുന്ന ജനത, ഒരു പെണ്ണിനെ പോലും പുതിയതായി കിട്ടിയിട്ടില്ലെങ്കിൽ സ്വന്തം മകളെ വ്യഭിചരിക്കാനും സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കാനും യാതൊരുവിധ ഏതെങ്കിലും രൂപത്തിലുള്ള ചിന്തകളോ മനപ്രയാസങ്ങളോ പിടികൂടാത്ത ജനത, ഒരു വേലിയുടെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തുള്ള ഇല തിന്നതിന്റെ പേരിൽ മാസങ്ങളോളം വർഷങ്ങളോളം രക്തം ചിന്തി കൊന്നൊടുക്കലിന്റെ കഥ പറഞ്ഞ് ഞാൻ ഇത്രമാത്രം ആളുകളെ കൊന്നു എന്ന് തന്റെ ഇടവും സ്വന്തം ജീവിതത്തിലെ ഉന്നതിയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ കുൻതും ഖൈറ ഉമ്മ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ജനതയാക്കി മക്കയിലെ മണലാരണ്യത്തിലൂടെ കള്ളുകുടിച്ച് ഈത്തപ്പന ഓലകൾ വെട്ടിയിട്ടതുപോലെ കള്ളുകുടിച്ച് മതോന്മത്തരായി കിടന്നിരുന്ന ജനതയെ ലോകത്തിന് പാഠമാക്കാൻ പറ്റുന്ന രൂപത്തിൽ സമുദ്ധരിക്കപ്പെട്ട ലോകത്തിന്റെ പ്രവാചകൻ അംഗീകരിക്കുകയും ആ സമുദായത്തിന് ഓതിക്കൊടുക്കുകയും ചെയ്ത ആ പരിശുദ്ധ വേദഗ്രന്ഥമാണ് മലിനമായി കൊണ്ടിരിക്കുന്ന ഈ വിനോദ സംസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഒരുപാട് പ്രത്യയ ശാസ്ത്രങ്ങൾ വന്നു. മുതലാളിത്തമാണ് പ്രശ്നമെന്ന് പറയുന്ന കമ്മ്യൂണിസവും ആത്മീയതയാണ് വേണ്ടതെന്ന് പറയുന്ന ആത്മീയവാദികളും, അതല്ല ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തികമാണെന്ന് ചിന്തിച്ചുകൊണ്ട് സാമ്പത്തിക വിരോധികളും മോഹികളും മനുഷ്യന്റെ ഉന്നമനത്തിനു വേണ്ടി സംസ്കാരത്തിനു വേണ്ടി മെനക്കെട്ട് പ്രവർത്തിച്ചിട്ടും ഒരു മനുഷ്യനെ പോലും സമുദ്ധരിക്കാനോ സ്വന്തം ആദർശത്തെ നിലനിർത്താനോ സാധ്യമല്ലാത്ത രൂപത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കാലഘട്ടത്തിന്റെ മുൻപിൽ ലോകത്തൊരു മനുഷ്യനും നിഷേധിക്കാൻ പറ്റാത്ത ഏറ്റവും മഹത്തായ വേദഗ്രന്ഥത്തിലൂടെ പടച്ച തമ്പുരാൻ ഈ സമുദായത്തെ നന്മയുടെ പാന്താവിലേക്ക് പാതയത്തിലേക്ക് കൈപിടിക്കുന്നു. അവിടെയാണ് ലോകത്തിന്റെ തിരുദൂതരെ പഠിപ്പിച്ചതും ഒരു മനുഷ്യന്റെ സന്മാർഗത്തിൽ അവന്റെ സംസ്കാരം രക്ഷപ്പെടണമെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവന്റെ കാഴ്ചയുടെ മേഖലകളിലായിരിക്കണം. പടച്ച തമ്പുരാൻ കൊടുത്ത കാഴ്ച ഏത് രൂപത്തിൽ പ്രവർത്തിപ്പിക്കണമെന്ന തീരുമാനം ഒരു മനുഷ്യനെടുക്കണം. എന്റെ കണ്ണായതുകൊണ്ട് എനിക്ക് വേണ്ട സ്ഥലത്തേക്കെല്ലാം നോക്കാം, എന്റെ കണ്ണായതുകൊണ്ട് എനിക്ക് വേണ്ടതെല്ലാം ആസ്വദിക്കാം എന്ന തോന്നൽ ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാ. ഈ കണ്ണിനെ തന്നത് പടച്ച തമ്പുരാനാണെങ്കിൽ, അതിനെ നിയന്ത്രിക്കുന്നത് പടച്ച തമ്പുരാനാണെങ്കിൽ, അതിന് കഴിവ് കൊടുക്കുന്നത് പടച്ച തമ്പുരാനാണെങ്കിൽ,
ആ കണ്ണുകൊണ്ട് എന്തൊക്കെ കാണണം, ഏതിന്റെ ഒക്കെ നേരെ നോക്കാൻ പാടില്ല, എന്തൊക്കെ ആസ്വദിക്കാൻ പാടില്ല എന്ന് പടച്ച തമ്പുരാൻ തന്നെ വേദഗ്രന്ഥത്തിലൂടെ വളരെ കൃത്യമായി ഈ സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, തീർച്ചയായും നിങ്ങളുടെ കാഴ്ചയും കേൾവിയും ചിന്തയും കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും മനുഷ്യൻ എതിർച്ചേനെ നോക്കിപ്പോകുന്ന കാഴ്ചകളും ഏതേത് രംഗങ്ങളാണെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ കാലിന്റെ ഒരടി പോലും മുൻപോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ കണ്ണിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മലിനമായി കൊണ്ടിരിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാതൃകയായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ആ സംസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യൻ തന്റെ കണ്ണിനെ സൂക്ഷിക്കേണ്ടത് ഇന്നത്തെ സമുദായത്തെ പേപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന മാധ്യമത്തിൽ നിന്ന് കണ്ണുകളെ തിരിക്കാനായിരിക്കണം, സീരിയലുകൾ എന്ന മാധ്യമത്തിൽ നിന്ന് കണ്ണുകളെ തിരിക്കാനായിരിക്കണം. മനുഷ്യന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും അരുതാത്ത ചിന്തകൾക്ക് ആവേശം കൊടുക്കുകയും ചെയ്യുന്ന ആ കാഴ്ചകളാണ് പലപ്പോഴും സംസ്കാര ശൂന്യമായ പ്രവർത്തനത്തിലേക്ക് ഒരു മനുഷ്യന്റെ ജീവിതം എത്തിപ്പെടാറുള്ളത്. മണിക്കൂറുകളോളം ചെലവഴിക്കപ്പെട്ട് മനുഷ്യൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാശാലകൾ, ആരോഗ്യവും ഒഴിവ് സമയവും അള്ളാഹുവിന്റെ ദീനിനെ പഠിക്കാനും വേദഗ്രന്ഥം പരിചയപ്പെടാനും ജീവിതത്തിലേക്ക് ആവേശത്തോടെ സ്വീകരിക്കേണ്ടതിന് പകരം തുറന്നു വെച്ച വിഡ്ഢിപ്പെട്ടിക്ക് മുൻപിൽ വസ്ത്രം ധരിക്കാത്ത പെണ്ണിന്റെ തുള്ളലുകൾ കാണാനും കൊഞ്ചുന്ന ആണിന്റെ കൊഞ്ചലുകൾ കേൾക്കാനും കെട്ടിപ്പിടിച്ചിയും തലോടിയും മരങ്ങൾക്ക് ചുറ്റിയും മനുഷ്യന്റെ കീശകൾ കാലിയാക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് തിരക്കഥയായി ചിത്രീകരിക്കപ്പെട്ട നടന്മാർക്ക് മുൻപിൽ മണിക്കൂറുകളോളം തന്റെ സമയം അടിയറ വെച്ച് അതിൽ നിന്നും പാഠം പഠിക്കുന്ന, ചിന്തകളെ ഉൾത്തിരിപ്പിക്കുന്ന ഒരുപാട് സമൂഹങ്ങളും വ്യക്തികളും നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചതും മനുഷ്യരെ നിങ്ങളുടെ വീടുകൾ വ്യഭിചാരശാലകളാക്കി മാറ്റാൻ പാടില്ല. ഓരോ കുടുംബങ്ങളും വേശ്യാലയങ്ങളാക്കി തീർത്തു. കാരണം ആ രൂപത്തിലുള്ള കാഴ്ചകൾക്കാണ് അവിടെ മുൻഗണന. ഉമ്മയും വാപ്പയും മക്കളും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുന്നത് മറ്റുള്ളവന്റെ നഗ്നതകൾ. ലജ്ജ എന്തെന്നോ സംസ്കാരം എന്തെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ നഗ്നത പ്രകടിപ്പിക്കേണ്ടതാണെന്നും അതിലൊന്നും വലിയ പോരായ്മകളില്ലെന്നും മക്കൾക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പഠനവും സംസ്കാരവും മക്കളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം സിനിമ എന്ന വിനോദത്തിലൂടെയാണ്, സീരിയലുകൾ എന്ന വിനോദത്തിലൂടെയാണ്, റിയാലിറ്റി ഷോകളിലൂടെയാണ്, മനുഷ്യന്റെ പണങ്ങളും സമയങ്ങളും നഷ്ടപ്പെടുത്തുന്ന ഈ രൂപത്തിലുള്ള കാഴ്ചകളിലൂടെയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ അത് വിശദീകരിക്കപ്പെടുമ്പോ പലർക്കും അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്തേ അതൊന്ന് കണ്ട് എന്ന് കരുതി, എന്തേ അതൊന്ന് കേട്ട് എന്ന് കരുതി, എന്തേ അതൊന്ന് ആസ്വദിച്ചു എന്ന് കരുതി ഞാൻ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതിരുന്നാൽ പോരെ? നല്ല പ്രമേയമല്ലേ, നല്ല തീമല്ലേ, നല്ല കഥയല്ലേ, കുടുംബക്കാര് കണ്ടിരിക്കേണ്ടതല്ലേ, യൗവനങ്ങൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ, യുവാക്കൾക്ക് ഹരം പകരുന്നതല്ലേ, യൗവനത്തിന്റെ ചലനശേഷി മുൻപോട്ട് പ്രയോഗിക്കാൻ വേണ്ടി കയ്യൂക്കും വെയ്യൂക്കും കൊടുക്കുന്നതല്ലേ? അതുകൊണ്ട് അല്പസ്വല്പമൊക്കെ സിനിമ കാണാമെന്ന ചില വ്യക്തികളുടെ തീരുമാനവും അത്തരത്തിലുള്ള ചിന്തകൾക്ക് മുൻപിൽ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചു, അത് തനിച്ച വ്യഭിചാരത്തിൽ പെടും. അർഹതപ്പെടാത്ത പെണ്ണിനെ നോക്കിയാൽ, അർഹതപ്പെടാത്ത ആണിനെ നോക്കിയാൽ അത് വ്യഭിചാരത്തിന്റെ ഓഹരികളിൽ പെടും. ആദമിന്റെ മക്കൾ വ്യഭിചരിച്ചുകൊണ്ടേയിരിക്കും. വ്യഭിചാരത്തിന്റെ ഒരു ഓഹരി അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സ്വഹാബത്ത് ചോദിച്ചു, തിരുദൂതരെ, ഞങ്ങൾ വ്യഭിചരിക്കാറില്ലല്ലോ, ഇസ്ലാമിക ആദർശത്തിലേക്ക് വന്നതിന് ശേഷം ഇന്ന് വരെ ഞങ്ങൾ വ്യഭിചരിച്ചിട്ടില്ലല്ലോ, പിന്നെ ആദമിന്റെ മക്കൾക്ക് വ്യഭിചാരം കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയാൻ എന്താണ് പ്രവാചകരെ കാരണം എന്ന സ്വഹാബത്തിന്റെ ചോദ്യം കേട്ടപ്പോ അള്ളാഹുവിന്റെ തിരുദൂതര് പഠിപ്പിച്ചു കൊടുത്തു, അർഹതപ്പെടാത്ത ഒരു പെണ്ണിന്റെ നേരെ, അർഹതപ്പെടാത്ത ഒരാണിന്റെ നേരെ അവളെ ആസ്വദിക്കാനോ അവനെ ആസ്വദിക്കാനോ ആരെങ്കിലും കണ്ണുപയോഗിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അസ്സിനത്തു ബിൽ ഐനൈൻ, അത് കണ്ണുകളെ കൊണ്ടുള്ള വ്യഭിചാരമാണ്. അത് കണ്ണുകളെ കൊണ്ടുള്ള വ്യഭിചാരത്തിൽപ്പെടും. അർഹതപ്പെടാത്ത ആണിന്റെയോ പെണ്ണിന്റെയോ കൊഞ്ചലുകൾ കേൾക്കാൻ, സംഭാഷണങ്ങൾ കേൾക്കാൻ ആരെങ്കിലും ചെവി വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ
അസ്സിനതു ബിൽ ഉദ്നൈൻ, ചെവികളെ കൊണ്ടുള്ള വ്യഭിചാരമാണ്. അർഹതപ്പെടാത്തൊരു പെണ്ണിനെയോ ആണിനെയോ കാണാൻ ആരെങ്കിലും കാലുപയോഗിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അസ്സിനതു ബിർ റിജ്ലൈൻ, കാലുകളെ കൊണ്ടുള്ള വ്യഭിചാരമാണ്. അർഹതപ്പെടാത്തൊരു പെണ്ണിനെയോ ആണിനെയോ സ്പർശിക്കാൻ ആരെങ്കിലും കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അസ്സിനതു ബിൽ യദൈൻ, കൈകളെ കൊണ്ടുള്ള വ്യഭിചാരമാണ്. അർഹതപ്പെടാത്ത ആണിനെയോ പെണ്ണിനെയോ പറ്റി വേണ്ടാത്ത ഓർമ്മകളും സ്വപ്നങ്ങളും മനസ്സിൽ നെയ്തുകൂട്ടിയാൽ അസ്സിനതു ബിൽ ഖൽബ്, നിങ്ങളുടെ ഹൃദയം കൊണ്ടുള്ള വ്യഭിചാരമാണ് എന്ന് ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്നു വെച്ച ടിവിയിൽ അഭിനയിക്കുന്ന പെണ്ണിനെ എന്റെ ഭാര്യയുടെ കോലത്തിൽ ചിത്രീകരിക്കാൻ, എന്റെ ഭാര്യയായി സങ്കല്പിക്കാൻ സാധ്യമല്ല. എന്റെ പെങ്ങളായി എനിക്ക് കണ്ടെത്താൻ സാധിക്കാത്തവളാണ്. എന്റെ ഏതെങ്കിലും മുഹറമാക്കപ്പെട്ട, പവിത്രമാക്കപ്പെട്ട, എനിക്ക് നോക്കാൻ അവകാശപ്പെട്ട പെണ്ണല്ലെങ്കിൽ പിന്നെ എങ്ങനെ സമുദായമേ ആ പെണ്ണിന്റെ തുള്ളല് കാണാൻ ഞാൻ എന്റെ കണ്ണുകളെ തിരിച്ചു വെക്കും? അവനും അവളും തമ്മിൽ കെട്ടിപ്പിടിച്ച് പാടുന്ന പാട്ട് കേൾക്കാൻ എന്റെ വാപ്പയോ ഉമ്മയോ അല്ല എങ്കിൽ, അവരെന്റെ കുടുംബ ബന്ധത്തിലോ എനിക്ക് അനുവദിക്കപ്പെട്ടവരോ അല്ല എങ്കിൽ, അവരുടെ കൊഞ്ചലുകൾ കേൾക്കാൻ, വർണ്ണിച്ച് പാടുന്ന പാട്ടുകൾ കേൾക്കാൻ, അവരുടെ മൗനത്തിന്റെ സങ്കടങ്ങളെ കുറിച്ചറിയാൻ എന്തിന് ഞാൻ എന്റെ ചെവികൾ കൊടുക്കണം? അത് ചെവികളെ കൊണ്ടുള്ള വ്യഭിചാരമായി. ഇങ്ങനെ ആദമിന്റെ മക്കൾ വ്യഭിചാരത്തിന്റെ ഓഹരികൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാന്റെ തിരുദൂതര് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും കൃത്യമായി സൂക്ഷിക്കേണ്ടതും ആ വ്യഭിചാരത്തിൽ നിന്ന്, വിനോദം എന്ന വ്യഭിചാരത്തിൽ നിന്ന് തിരിച്ചു പോരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. വലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീല. തീർച്ചയായും വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്, പോകരുത് സമുദായമേ. ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീല, അതെത്രയും മ്ലേച്ഛമായതും അങ്ങേയറ്റം മോശപ്പെട്ടതുമായ ഒരു മാർഗമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാഴ്ചകളിലേക്കോ ആ അനുഭൂതികളിലേക്കോ ഒരു മനുഷ്യൻ വിനോദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, എന്റെ ഹോബി സിനിമ കാണലാണ് എന്ന് പരസ്യമായ റിയാലിറ്റി ഷോകളിൽ പറയുന്ന മുസൽമാന്റെ ചരിത്രങ്ങളുണ്ട്. ഒഴിവ് കിട്ടുമ്പോ ഞാൻ TV തുറന്നിരിക്കലാണ്, സിനിമ കാണലാണ് എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുണ്ട്. വിനോദമായി സിനിമ കണ്ടെത്തിയതിന്റെ സങ്കടങ്ങളും ദുരന്തങ്ങളുമാണ് ഈ സമുദായത്തിന്റെ മുക്കുമൂലകളിലും പൊട്ടിമുളച്ചിട്ടുള്ളതെങ്കിൽ ലാഘവത്തോടുകൂടി അതൊന്നും അത്ര കാര്യമാക്കേണ്ടതല്ല എന്ന ചിന്ത ഒരു മുസൽമാന് പാടില്ലാത്തതാ. കാരണം ലാഘവത്തോടുകൂടി കാണുന്നവർക്ക് മുൻപിൽ അള്ളാഹുവിന്റെ തിരുദൂതർ ഒരു ചരിത്രം പഠിപ്പിച്ചു. ഒരിക്കൽ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബി ഫളൽ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അള്ളാഹുവിന്റെ തിരുദൂതൻ ഒരു യാത്രയിൽ പങ്കെടുത്തു. കാന ഫളൽ റദീഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ യാത്രയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഫളലും ആ യാത്രയിൽ പങ്കെടുത്തു. അങ്ങനെ ഒരുപാട് മുൻപോട്ട് നടന്നപ്പോ ഞങ്ങൾ അന്യ നാട്ടിലേക്ക് പ്രവേശിച്ചു. ആ നാട്ടിലെത്തിയ സന്ദർഭത്തിൽ ഫജാഅത്ത് ഇംറഅത്തുൻ മിൻ ഖശ്അം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഞങ്ങൾക്ക് നേരെ നടന്നു വരുന്നത് ഞങ്ങൾ കണ്ടു. അഥവാ ഖശ്അം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ കണ്ടു. ഫജഅലൽ ഫളലു യൻദുറു ഇലൈഹാ, ആ സന്ദർഭത്തിൽ ആ പെണ്ണിന്റെ നേരെ ഫളൽ റളിയല്ലാഹു അൻഹു ഒന്ന് നോക്കി. ഫതൻദുറു ഇലൈഹി, അങ്ങനെ ആ പെണ്ണ് ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ നേരെയും നോക്കി. അവരുടെ നോട്ടം രണ്ടും കൂട്ടിമുട്ടിയപ്പോ ലോകത്തിന്റെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ തല പിടിക്കുകയും വജഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിഫു വജ്ഹൽ ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ തല പിടിച്ച് ചെരിച്ചിട്ട് പറഞ്ഞു, ലാ യാ ഫളൽ, നോക്കരു ഫളലേ, അത് നിന്റെ അനുവദിക്കപ്പെട്ടവളല്ല. മറ്റൊരുത്തന്റെ ഭാര്യയാകാം, മറ്റൊരുത്തന്റെ പെങ്ങളാകാം, മറ്റൊരുത്തന്റെ മകളാകാം. അതുകൊണ്ട് നീ അവൾക്ക് നേരെ നോക്കാൻ പാടില്ല എന്ന് അന്യ സ്ത്രീക്ക് നേരെ നോക്കിയപ്പോ തല പിടിച്ച് തിരിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾക്ക് നേരെ വിനോദങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിക്കുമ്പോ മുസൽമാന്റെ ഹൃദയങ്ങളിൽ തള്ളണം അള്ളാഹുവിന്റെ തിരുദൂതര് പഠിപ്പിച്ച വാക്കുകൾ. അതുകൊണ്ട് ആ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചതും ലാ തഖൂമുസ്സാഅ, അന്ത്യനാള് വന്നെത്തുകയില്ല. ഒട്ടകങ്ങൾ കഴുതകൾ ഇണചേരുന്നത് പോലെ പാതയോര വക്കുകളിൽ വെച്ച് മനുഷ്യൻ ഇണചേരുന്ന കാലഘട്ടം വന്നെത്തിയിട്ടല്ലാതെ. ആ കാലഘട്ടമാണ് എന്റെയും നിങ്ങളുടെയും കൺമുൻപിലുള്ളത്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്ന കണ്ണുകളെ പലപ്പോഴും നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ചുമരുകളിൽ ഒട്ടിച്ചു വെച്ച പോസ്റ്ററുകളിലും തൂക്കിയിട്ട മാസികകളിലും
മനുഷ്യന്റെ ഈമാനിനെ കളങ്കപ്പെടുത്താൻ, പരസ്യമായി വ്യഭിചരിക്കാൻ പ്രേരണ നൽകുന്ന ഒട്ടനവധി ചിത്രങ്ങളും, എന്തിനേറെ ആണിന്റെ അടിവസ്ത്രം വിൽക്കണമെങ്കിൽ പോലും അത് പെണ്ണിട്ട് നിൽക്കണമെന്ന സംസ്കാരത്തിലേക്ക് പെണ്ണിനെ അവതരിപ്പിക്കാനും ആ പെണ്ണിനെ കൊണ്ട് ഈ സമുദായത്തെ നശിപ്പിക്കാനും ഓരോരോ പാശ്ചാത്യ പൗരസ്ത്യ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഓരോരുത്തരും ജാഗ്രതയോടെ കാണണം. നമ്മളുടെ വിനോദത്തിൽ നിന്ന് സിനിമ എന്നതും സീരിയലുകൾ എന്നതും ഈ രൂപത്തിലുള്ള റിയാലിറ്റി ഷോകളും മനുഷ്യന്റെ സമയം നഷ്ടപ്പെടുത്തുന്ന, ആരോഗ്യം വെറുതെയാക്കുന്ന ഈ രൂപത്തിലുള്ള വിനോദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ മുസ്ലിമീൻ സമുദായത്തിന് സാധിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ കാണുന്ന ഓരോ കാഴ്ചകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് പരാതി പറയേണ്ടി വരും. കാരണം നാളെ പരലോകത്ത് പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ അള്ളാഹുവിന്റെ തിരുദൂതര് പഠിപ്പിച്ചല്ലോ, പടച്ച തമ്പുരാൻ അത്തരത്തിലുള്ള കാഴ്ചക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷയെ കുറിച്ച്. നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചു, എനിക്കല്ലാഹു ശിക്ഷ കാണിച്ചു നൽകുമ്പോ ഒരു അടിഭാഗം വീതി കൂടിയ, മുകൾ ഭാഗം കുടുസായ ഒരു പാത്രം, ഒരു കിണർ ഞാൻ കണ്ടു. അടിഭാഗത്ത് നിന്ന് ആളിപ്പടരുന്ന തീയും. എന്തൊരു കിണറാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ആ കിണറിന്റെ വക്കിലേക്ക് എത്തി അടിഭാഗത്തേക്ക് നോക്കിയപ്പോ ഫീഹി റിജാലുൻ വനിസാഉൻ ഖുറാത്തുൻ, നഗ്നരായ സ്ത്രീ പുരുഷന്മാർ അതിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്നു. അന്നാറു ഇലാ അസ്ഫല മിൻകും, തീജ്വാലകളാവട്ടെ ഗുഹ്യസ്ഥാനങ്ങളെ കരിച്ചുകൊണ്ട് ജനനേന്ദ്രിയത്തെ കത്തിച്ചു കളഞ്ഞ് ആളിപ്പടരുന്ന തീക്കുള്ളിൽപ്പെട്ട് പരസ്പരം കൂട്ടിയിടിച്ചും മാന്തിക്കേറിയും ആ കിണറിന്റെ ഉൾഭാഗത്തുകൂടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോ സങ്കടത്തോടെ അള്ളാഹുവിന്റെ തിരുദൂതര് ചോദിച്ചു, സുബ്ഹാനല്ലാഹ് യാ ജിബ്രീൽ, മാഹാ ഉലായി, ഏതു കൂട്ടരാണിവർ, ഏത് വിഭാഗക്കാരാണിവർ, എന്തിനാ ഇവരിങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ തിരുദൂതൻ അത് പഠിപ്പിച്ചു. വ്യഭിചാരികളും വ്യഭിചാരിണികളുമായ സ്ത്രീ പുരുഷന്മാർ തന്റെ ജീവിതത്തിലേക്ക് വ്യഭിചാരത്തെ വലിയ സൂക്ഷ്മതയോടുകൂടി സ്വീകരിക്കാത്ത വ്യക്തികൾ, അത്തരത്തിലുള്ള ആളുകളെ കാത്തിരിക്കുന്ന ശിക്ഷയാണ് ഈ രൂപത്തിലുള്ള ആളിക്കത്തുന്ന നരകത്തിന്റെ തീജ്വാലകൾ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് മനുഷ്യൻ പിന്നീട് തന്റെ ജീവിതത്തെ സൂക്ഷിക്കേണ്ടത് അവന്റെ കേൾവികളിൽ നിന്നായിരിക്കണം. എന്റെ ചെവിയായതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ കേൾക്കാം, എനിക്ക് ഹലാലാക്കിയത് അഥവാ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ആസ്വദിക്കാം, എനിക്ക് സംഗീതം ആസ്വദിക്കാം, എനിക്ക് അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ കേൾക്കാം, അന്യ സ്ത്രീകളുടെ കൊഞ്ചിക്കൊഴലുകൾ ആസ്വദിക്കാം എന്ന തോന്നൽ ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. ചില വ്യക്തികൾ അതിനെപ്പറ്റി പുകഴ്ത്താറുണ്ട്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ റേഡിയോ പാട്ടുകൾ കേട്ടിരിക്കാറാ, ഒഴിവ് കിട്ടുന്ന സന്ദർഭങ്ങളിൽ ഞാനുള്ള പാട്ടുകൾ ആസ്വദിക്കാറാ, പഴയകാലത്തുള്ള പാട്ടുകളാണ് എനിക്ക് താല്പര്യം, ആധുനിക കാലഘട്ടത്തിലുള്ള പാട്ടുകളാണ് എനിക്ക് താല്പര്യം, ഇന്ന സിനിമകളിലുള്ള പാട്ടുകളെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ആ രൂപത്തിൽ ചിന്തിക്കുകയും സംഗീതത്തിന്റെ പിന്നാലെ പരക്കം പായുകയും ചെയ്യുന്ന സമൂഹം ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചതുപോലെ സർവ്വവ്യാപകമായി സംഗീതം ഹലാലാക്കിക്കൊണ്ടിരിക്കുന്നു. കല്യാണ വീടുകളിൽ സംഗീതമില്ലാതെ കല്യാണമില്ല എന്ന അവസ്ഥ. കല്യാണ വീടുകളിൽ സംഗീതമില്ല എങ്കിൽ ആ കല്യാണ വീട് ഉറങ്ങിയ കല്യാണ വീടാണെന്ന് പരിചയപ്പെടുത്തുന്ന അവസ്ഥ. ഇരിക്കുന്ന ഇരിപ്പിലും കിടക്കുന്ന കിടപ്പിലും നടക്കുന്ന നടപ്പിലും കുത്തിരിക്കുന്ന ബാത്റൂമിലും ചെവിട്ടിൽ തിരികിയിട്ടേ പലപ്പോഴും പല വ്യക്തികളും ജീവിക്കാറുള്ളൂ. സെക്കൻഡുകൾ വ്യത്യാസത്തിൽ മണിക്കൂറുകളോളം പാട്ടാസ്വദിക്കുന്നവർ. അത്തരത്തിലുള്ള ആളുകളോട് ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചു, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ, ഖിയാമത്ത് നാള് സംഭവിക്കാറാകുമ്പോ ഈ ദുനിയാവിൽ ചില ആളുകൾ പൊട്ടിപ്പുറപ്പെട്ടു വരും. യസ്തഹില്ലൂന, അവരുടെ അടയാളം മുഹമ്മദ് റസൂലുള്ള ഹറാമാക്കിയ പലതും അവർ ഹലാലാക്കി കളയും. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറി വൽ മആസിഫ, ഈ 4 കാര്യങ്ങൾ അവർ അനുവദനീയമാക്കും. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ, വ്യഭിചാരവും പട്ടുവസ്ത്രവും അവർ ഹലാലാക്കി കളയും. പട്ടാസ്വദിക്കാം, പട്ട് ധരിക്കാം, ആണിനും പട്ട് ഹലാലാണെന്നവർ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. വൽ ഖംറി, കള്ളും അനുവദനീയമാണെന്നവർ വാദിക്കാൻ തുടങ്ങും. 4-മത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. വൽ മആസിഫ, സംഗീതവും ഹലാലാക്കി കളയും. മനുഷ്യൻ അനുവദനീയമാണെന്ന് പറയും. സംഗീതത്തിന്റെ ആസ്വാദകർ കൂടുകയും
സംഗീത ഉപകരണങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന കാലഘട്ടം ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. യൻഫികുൽ ആഫാഖ ഫി ബനി ആദം, ആദമിന്റെ മക്കളിൽ കാപട്യം വളർത്താനേ സംഗീതത്തെ കൊണ്ട് ഉപകാരമുള്ളൂ, അതവർക്കിടയിൽ കാപട്യങ്ങൾ വളർത്തും. യസ്തഫിസു ബനി ആദം, ആദമിന്റെ മക്കളെ അത് തുള്ളാൻ പ്രേരിപ്പിക്കും. ജീവിതത്തിന്റെ ഏത് പ്രവർത്തന ഘട്ടങ്ങളിലും മനുഷ്യനെ നാശത്തിലേക്ക് തള്ളിവിടാനേ സംഗീതങ്ങൾക്ക് കഴിവുകളുള്ളൂ എന്ന പ്രഖ്യാപനം ഇസ്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വിനോദം പാട്ട് കേൾക്കലാണ് എന്ന ഒരു ധാരണയോടെ, ചിന്തയോടെ പാട്ട് ഹലാലാക്കി നടക്കുന്ന മനുഷ്യർ ഉൾക്കൊള്ളേണ്ടത് സൗത്താനി മൽഊനാനി, ശപിക്കപ്പെട്ട രണ്ട് ശബ്ദങ്ങളാണ്. മിസ്മാറുൻ ഇൻദ നിഅമത്തിൻ വറന്നത്തിൻ ഇൻദ മുസീബ, സങ്കടം വരുമ്പോഴുള്ള വീണവായനയും സന്തോഷമുണ്ടാകുമ്പോഴുള്ള മുട്ടുപാട്ടും. മനുഷ്യന് മനസ്സിൽ ആഹ്ലാദം തോന്നുമ്പോ അവൻ മുട്ടുപാട്ട് ആസ്വദിക്കാൻ തുടങ്ങും. അവന് മനസ്സിൽ സങ്കടമുണ്ടെങ്കിൽ വീണവായനയുടെ രൂപത്തിലുള്ള ശോകഗാനം ആസ്വദിക്കാൻ തുടങ്ങും. സൗത്താനി മൽഊനാനി, ശപിക്കപ്പെട്ട രണ്ട് ശബ്ദങ്ങളാണ് എന്ന് ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലാഹ ഹറമ അലൈക്കുമുൽ ഖംറി വൽ മൈസിരി വൽ ഖൂബ, അല്ലാഹ് നിങ്ങൾക്ക് കള്ള് ഹറാമാക്കിയതുപോലെ, ചൂതാട്ടം ഹറാമാക്കിയതുപോലെ, വൽ കൂബ, നിങ്ങൾക്കവൻ കൂബയും നിഷിദ്ധമാക്കിയിരിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, റസൂലുള്ളാഹ് മൽ കൂബ, എന്തേ കൂബ കൊണ്ടുള്ള ഉദ്ദേശം? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, ഇന്നഹു അൽ ഗിനാ, അത് സംഗീതമാണ്, സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയുണ്ടായി. വമിനന്നാസി മയ്യസ്തരി ലഹുവൽ ഹദീസ്, ആ വിനോദ വർത്തമാനം വിലക്ക് വാങ്ങുന്ന മനുഷ്യർ ദുനിയാവിൽ പരക്കം പായുന്ന കാലഘട്ടം വരും. ലക്ഷങ്ങൾ പൊടിച്ചുകൊണ്ട് സംഗീതത്തിന്റെ പിന്നാലെ പോകുന്നവർ, സംഗീത ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നവർ, സംഗീതമേ ജീവിതം എന്ന തീരുമാനത്തോടെ എവിടെ പരിപാടികളുണ്ടെങ്കിലും സംഗീതത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് വിദേശ ജീവിതം നയിക്കുന്ന പ്രവാസികൾക്കിടയിൽ നാട്ടിൽ നിന്നും വരുന്ന സംഗീത നിശകളിൽ പങ്കെടുക്കാനും അതാസ്വദിക്കാനും അതൊരു ലഹരിയായി കാണാനും അത് കണ്ടു എന്ന് കരുതി കുഴപ്പമില്ല എന്ന് ചിന്തിക്കാനും മനസ്സിനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന, ഹലാലാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കു മുൻപിൽ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചു, സംഗീതം ഫിത്തിനയല്ലാതെ അഥവാ കാപട്യമല്ലാതെ മറ്റൊന്നും മനുഷ്യന് നേടിക്കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ തിരുദൂതര് ഹറാമാക്കിയ ആ വിനോദം ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയാൻ സാധിക്കാത്ത കാലത്തോളം നമ്മളുടെ സംസ്കാരം നശിച്ചു പോകും എന്നുള്ളത് യാഥാർത്ഥ്യമായി ഓരോരുത്തർക്കും ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. എത്രമാത്രം നന്മകളിൽ അതിലുണ്ട് എന്ന് ആര് വാദിച്ചാലും, അഥവാ മ്യൂസിക് തെറാപ്പികളും വളരുന്ന മക്കൾക്ക് ചെവികളിലേക്ക് മ്യൂസിക്കുകൾ ഓതിക്കൊടുത്ത് അവർക്ക് ആവേശം കൊടുത്താൽ വളർച്ചയുണ്ടാകുമെന്ന് ഏത് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ച് ഹലാലാക്കി പ്രക്രിയയിലൂടെ പഠിപ്പിച്ചു തന്നാലും ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഹറമ അലൈക്കും, നിങ്ങൾക്കത് നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ മൊബൈലുകളിൽ അതില്ല, എന്റെ ലാപ്ടോപ്പുകളിൽ അതില്ല, ഞാൻ പരിചയപ്പെടുത്തുന്ന, ഞാൻ കൈകൊണ്ട് ക്രിയ നടത്തുന്ന ഏതെങ്കിലും വസ്തുവിൽ പാട്ടെന്ന വസ്തുവില്ല, സംഗീതമില്ല എന്നുറപ്പ് വരുത്താൻ പറ്റാത്ത കാലത്തോളം ശൈത്താന്റെ ഇടപെടലുകൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അവൻ നമ്മളെ പഴപ്പിച്ചുകൊണ്ടിരിക്കും. ഇതോടൊപ്പം തന്നെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ അവരാസ്വാദനവും വിനോദവും കണ്ടെത്തുന്നത് മൊബൈൽ ഫോണുകളിൽ വിളിച്ചുകൊണ്ടും അല്ലാത്ത ചില മേഖലകളിലേക്ക് ഇടപെട്ടും കൊണ്ട എത്തുന്ന സമയങ്ങളിൽ അത്രയും മൊബൈൽ ഫോണുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ലോകത്ത് ഇത്രമാത്രം ഖൈറും ഷർറുമായി സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തു. നന്മയെന്ന് പറഞ്ഞാൽ അതുകൊണ്ടില്ലാത്ത നന്മകളില്ല, തിന്മകളെന്നാൽ അതുകൊണ്ടില്ലാത്ത തിന്മകളുമില്ല. വ്യത്യസ്ത രൂപത്തിലുള്ള ഫിത്നയുടെയും കുഴപ്പത്തിന്റെയും വാർത്തകൾ, മൊബൈൽ ഫോണുകളെ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ ഓരോ ദിവസത്തെ പത്രങ്ങളിലൂടെയും നമ്മൾ ഓരോരുത്തരും വായിച്ചു കൊണ്ടിരിക്കാറുണ്ട്. മനുഷ്യന്റെ വിസർജന രംഗങ്ങൾ പോലും ആസ്വദിക്കപ്പെടുന്ന സംസ്കാരത്തിലേക്ക് ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൊണ്ട് എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, മനുഷ്യ വിനോദത്തിനായി മനുഷ്യൻ പലപ്പോഴും തെരഞ്ഞെടുക്കുന്ന ഈ രൂപത്തിലുള്ള മൊബൈൽ ഫോണുകളിലെ ദുരന്തങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനോ അവനതിനെ സ്നേഹിക്കാനോ പാടില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പത്രത്തിലൂടെ നമ്മൾ വായിക്കുകയുണ്ടായി, കമിതാക്കൾക്ക്, മൊബൈൽ ഫോൺ കമിതാക്കൾക്ക് മിസ്ഡ് കോൾ പ്രണയക്കാർക്ക് കുറ്റിപ്പുറത്ത് ഫുൾ സ്റ്റോപ്പ് എന്ന പേരിൽ ഒരു ലേഖനം. 6ഓളം പെൺകുട്ടികൾ, അതിൽ 3ഓളം കുടുംബിനികളായ സ്ത്രീകൾ, അതിൽ 3ഓളം സ്ത്രീകൾ മക്കളെയും എടുത്ത് ഒരു മിസ്ഡ് കോളിന്റെ പ്രണയത്തിന്റെ പേരിൽ വയനാട്ടിൽ നിന്നും കാസർകോട്ട് നിന്നും
കുറ്റിപ്പുറത്ത് വരികയും അവസാനം കുറ്റിപ്പുറത്ത് വന്ന് കാമുകനെ കാത്തിരുന്നപ്പോ സ്വിച്ച് ഓഫ് ചെയ്ത ഫോണിന്റെ മുൻപിൽ തന്റെ പൈതലിനെ മാറത്തേക്ക് അടുക്കി കെട്ടിപ്പിടിച്ച് കരയുമ്പോ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോയി കുടുംബക്കാരെ വിളിച്ച് തിരിച്ചേൽപ്പിച്ച ഗതികേടിൽ 80% മുസ്ലിം പെൺകുട്ടികളാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. MBBSന്റെ 2ാം വർഷ വിദ്യാർത്ഥി പോലും ഈ മിസ്ഡ് കോൾ പ്രണയങ്ങളിൽ കുരുങ്ങിപ്പോകുന്നുണ്ട് എങ്കിൽ വീടുകളിലിരിക്കുന്ന സ്ത്രീകളും സമൂഹത്തിൽ ഇടപെടുന്ന പുരുഷന്മാരും അതീവ ജാഗ്രതയോടെ സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അവന്റെ മൊബൈൽ ഫോണുകൾ അത് വിനോദത്തിനല്ല ഉപയോഗപ്പെടുത്തേണ്ടത്, ഉപകാരത്തിനാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത്. പലരും അത് വിനോദത്തിനായി ഉപയോഗപ്പെടുത്തി. കുളിക്കുന്ന കുളിമുറകൾക്ക് മുമ്പിൽ അവരത് വിനോദത്തിനായി ഉപയോഗപ്പെടുത്തി. മനുഷ്യൻ വിസർജിക്കുന്ന മൂത്രമൊഴിക്കുന്ന ബാത്റൂമുകൾക്ക് മുൻപിൽ അവനത് ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. മറ്റൊരുത്തന്റെ രഹസ്യതയിലേക്ക് അല്ലെങ്കിൽ കമിതാക്കളും ഇണകളും ജീവിതത്തെ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ബെഡിനടിയിൽ അവൻ അതിന്റെ ഉപയോഗം കണ്ടെത്തി തുടങ്ങി. അത്തരത്തിലുള്ള ആസ്വാദനം, വിനോദം ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ തിന്മകൾക്കും നാശങ്ങൾക്കും കാരണമായി കൊണ്ടിരിക്കുമ്പോ സൂക്ഷ്മതയോടെ ആ വിഷയ സംബന്ധമായി നമ്മൾ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പലപ്പോഴും പല രംഗത്തേക്കും വിളിക്കുന്നത് നമ്മളുടെ സഹോദരിമാരാ. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ വിനോദമായി റേഡിയോകളിലേക്ക് വിളിക്കുന്നു. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ രസത്തിന് വേണ്ടി പരിപാടികളിലേക്ക് വിളിച്ച് ആവശ്യപ്പെടുന്നു, പാട്ടുകൾക്ക് വേണ്ടി. അത്തരത്തിലുള്ള ഒരുപാട് കുടുംബങ്ങളുടെ നാശം പല സമൂഹത്തിനിടയിലും നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ച മാർഗം വളരെ കൃത്യമായി ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് പോലും വ്യക്തമായി ആളുകളെ പരിചയപ്പെടുത്തുക, ഉദ്ദേശിക്കപ്പെട്ട വ്യക്തിയല്ല എങ്കിൽ മാന്യമായി പിരിഞ്ഞു പോരുക എന്ന ചിന്തയും ആ രൂപത്തിലുള്ള പ്രവർത്തനവും ഒരു മുസൽമാന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ഫോൺ കോള് കാണുമ്പോഴേക്കും അങ്ങേ തലക്കൊരു പെണ്ണിന്റെ കൊഞ്ചലുകൾ കേൾക്കുമ്പോഴേക്കും ജീവിതത്തെ അവർക്ക് മുൻപിൽ ഹോമിക്കേണ്ടവനല്ല മുസൽമാൻ. അപ്പുറത്തുള്ള പെണ്ണ് ഒന്ന് വിളിച്ച് ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ സ്വന്തം ഭാര്യയെ ഒഴിവാക്കി അവൾക്ക് പിന്നാലെ പരക്കം പായേണ്ടവനല്ല മുസൽമാൻ. മിസ്ഡ് കോൾ പ്രണയങ്ങൾക്ക് മുൻപിൽ ലക്ഷങ്ങൾ പൊടിപൊടിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി റീചാർജുകൾ ചെയ്ത് ജീവിതത്തെ നശിപ്പിക്കേണ്ടവനല്ല മുസൽമാൻ. അവിടെ പോലും ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ കൊഞ്ചിക്കൊയാനും വശീകരിക്കാനും ശൈത്താൻ പല രൂപത്തിലും വരും. അതുകൊണ്ട് ഫലാ തഖ്ളഅന ബിൽ ഖൗലി, നിങ്ങൾ ഒരിക്കലും സംസാരിക്കുമ്പോ നിങ്ങൾ അനുനയത്തിലൂടെ രസം തോന്നിപ്പിക്കുന്ന സംസാരം അഥവാ കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, കാരണം ഏതെങ്കിലും ഒരുത്തന്റെ മനസ്സിൽ വല്ല രോഗവുമുണ്ട് എങ്കിൽ ഫയത്മഅ, ആ മോഹം അത് വലുതാകാൻ കാരണമായി തീരും. എത്രയെത്ര കാരണങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ ഈ കേരളം സമുദായം നമ്മളെ ബോധ്യപ്പെടുത്തി തരാറുണ്ട്. റേഡിയോകളിലേക്ക് വിളിച്ച് പാട്ടുകൾ ആവശ്യപ്പെടുന്നതിൽ 80% മുസ്ലിം സഹോദരിമാരാണ്, വെറുതെ ഇരിക്കുമ്പോ നേരം പോക്കിന് വേണ്ടി. എത്രയേറെ കഴിഞ്ഞ റമദാനിൽ കേരളത്തിലുള്ള അതല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഭർത്താക്കന്മാര് വിദേശത്ത് താമസിക്കുന്നവന്റെ ഭാര്യമാർ, ആ ഭാര്യമാരിൽപ്പെട്ടവരും കുടുംബക്കാരികളുമായ 60% സ്ത്രീകൾ പ്രസിദ്ധമാക്കപ്പെട്ട കൈരളി ചാനലിലേക്ക് ഒരു കത്തയക്കുകയുണ്ടായി. ആ റമദാനിനു ശേഷമുള്ള 2ാമത്തെ ദിവസത്തിലെ പത്രത്തിൽ ആ കത്ത് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അതിലാവശ്യപ്പെട്ടതെന്താ? ആ പെൺകുട്ടികള് അല്ലെങ്കിൽ കുടുംബിനികള് പരസ്യമായി രേഖപ്പെടുത്തി, ഞങ്ങൾ പട്ടുറുമാൽ എന്ന പരിപാടിയുടെ മാപ്പിളാപ്പാട്ടിന്റെ സ്ഥിരം പ്രേക്ഷകരാണ്. റമദാൻ മാസമായതുകൊണ്ട് 6:45 ബാങ്ക് കൊടുത്ത് പിന്നീട് നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ച് തറാവീഹിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് പലപ്പോഴും റമദാനിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്കത് കാണാൻ സാധിക്കാറില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ അഭ്യർത്ഥന മാനിച്ച് ഈ പട്ടുറുമാൽ എന്ന മാപ്പിളാപ്പാട്ട് പരിപാടി രാത്രി 10:30 മുതൽ 11:30 വരെ ആക്കിത്തരണമെന്ന് കേരളത്തിലെ 60% കുടുംബിനികളും പെൺകുട്ടികളും കത്തെഴുതി ആവശ്യപ്പെട്ടപ്പോ മുസൽമാന്റെ ഈമാനിന്റെ ശക്തി, റമദാനിന്റെ ചൈതന്യം എന്നൊരു പരിഹാസത്തിന്റെ രൂപത്തിൽ ഈ വ്യക്തികളിൽ പലരിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഇസ്ലാമിനെ പരസ്യമായി പരിഹസിച്ചപ്പോ നാണം കൊണ്ട് തലകുനിക്കാനല്ലാതെ ഒരൊറ്റ മുസൽമാനും ഒന്നിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചതും നിങ്ങൾ നാശത്തിലേക്കല്ലാതെ അതൊരിക്കലും കൊണ്ടെത്തിക്കുകയില്ല. ഇന്റർനെറ്റുകളുടെ ഉപയോഗം പലരും വിനോദമായി കണ്ടിരിക്കാറുണ്ട്. കിട്ടുന്ന സമയങ്ങളിൽ അത്രയും എന്ത് ഞെക്കിയായാലും വിരൽ തുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ.
കുളിക്കുന്ന രംഗം വേണോ, ഉടുക്കാത്ത രംഗം വേണോ, പരസ്പരം ഇണചേരുന്ന ബന്ധം വേണോ, മനുഷ്യന്റെ കൺമുൻപിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. മറയും മാന്യതയുമില്ലാതെ എല്ലാവരും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. അത്രമാത്രം ദുഷിച്ച പ്രവർത്തനങ്ങളിലേക്ക് ആ ഇന്റർനെറ്റ് എന്ന കാര്യത്തെ കൊണ്ട് ജീവിതത്തെ പെരുപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ പോലും ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചത് അത്തരത്തിലുള്ള വിനോദം മനുഷ്യനെ നശിപ്പിക്കാനേ കാരണമായി തീർന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ നാശത്തിലേക്ക് അതവനെ പ്രേരിപ്പിക്കാറുള്ളൂ. ചില ആളുകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന മറ്റു ചില വിനോദങ്ങളാണ് വസ്ത്രധാരണത്തിൽ അഥവാ ആഡംബരവും ജീവിതത്തിലേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജീവിതത്തിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ ആളുകൾക്കിടയിൽ ആസ്വദിപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് നടക്കുക എന്നുള്ളത്. ജീവിതത്തിലേക്ക് കിട്ടുന്ന പണമത്രയും വസ്ത്രങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക, നാലാൾക്ക് മുൻപിൽ ആളുകളുടെ നോട്ടം പറ്റുന്ന രൂപത്തിൽ നടക്കുക. എന്റെ വിനോദം ആഴ്ചക്കാഴ്ചക്ക് വസ്ത്രം മാറല എന്ന് പരസ്യമായി പറയുന്ന മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അത്തരത്തിലുള്ള നിയന്ത്രിതമല്ലാത്ത വസ്ത്രം ധരിച്ച് ആർഭാടത്തോടെ അഴിഞ്ഞാടി നടക്കുന്നവരുണ്ട്. വസ്ത്രത്തിന്റെ മാന്യതയും ജീവിതത്തിന്റെ സൂക്ഷ്മതയും നടത്താത്തതിന്റെ പേരിൽ പലർക്കും സ്വയം വ്യഭിചരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന നൂറുകണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും ഈ സമൂഹത്തിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകുന്നത് അന്യന്റെ ഭാര്യയെ നോക്കി കമന്റടിക്കാനാവരുത്. ബീച്ചുകളിലേക്ക് ചെല്ലുന്നത് മറ്റുള്ളവന്റെ ഭാര്യമാരെ നോക്കി ആസ്വദിക്കാനാവരുത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ചും പടച്ച തമ്പുരാന്റെ കഴിവുകളെ കുറിച്ചും ആലോചിക്കുവാനും അതിലൂടെ റബ്ബിന്റെ തൃപ്തി കണ്ടെത്തുവാനും മനുഷ്യൻ തെരഞ്ഞെടുക്കുന്ന വിനോദയാത്രകൾ അത്തരത്തിലാകുന്നതിൽ നിന്ന് മാറി മറ്റു പലതിനും വേണ്ടി ചിത്രീകരിക്കപ്പെടുകയും ചിന്തിക്കപ്പെടുകയും അതിനായി തയ്യാറാക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാ ഏത് നാടുകളിലും കൂനകൾ പോലെ വേശ്യാലയങ്ങൾ മുളച്ചു വരാനുള്ള കാരണം. കേരളത്തിലെ കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ തലേ ദിവസം തമിഴ്നാട്ടിൽ ഇറക്കപ്പെട്ട ഒരു പത്രത്തിന്റെ ഉൾപ്പയ ഭാഗത്തുള്ള പേജിൽ കൊടുത്ത ന്യൂസ് അഥവാ കേരള ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മൈസൂർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ ലോഡ്ജുകളിലും ഒട്ടനവധി വേശ്യാലയങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിൽ നിന്നും വരുന്ന ചെറുപ്പക്കാരെയാണ് കൂടുതലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പരസ്യമായി വേശ്യാലയം നടത്തുന്ന ലൈംഗിക തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന അന്യനാട്ടുകാര് കേരളത്തിലെ പെരുന്നാൾ ആഘോഷിക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ച് വ്യക്തമായ ധാരണയോടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചു അതിനുള്ള സാഹചര്യം പലപ്പോഴും പലരും സ്വന്തം ജീവിതത്തിലേക്കും ഏറ്റെടുക്കാറുണ്ട്. ചില സ്ത്രീ പുരുഷന്മാർ സ്വയം വ്യഭിചരിക്കാൻ നാട്ടിലും സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തെ പഠിപ്പിച്ചതും ലാ തൽബിസു, നിങ്ങൾ ധരിക്കാൻ പാടില്ല ചാലുകൾ കാണുന്ന ഇറുകിപ്പിടിച്ച ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രം ആണാവട്ടെ പെണ്ണാവട്ടെ ധരിക്കാൻ പാടില്ല. അവന്റെ ഇടുപ്പുകളും അവളുടെ മുഴുപ്പുകളും മറ്റൊരാൾ ആസ്വദിക്കാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ അവൾ മറച്ചിട്ടും പൊതിഞ്ഞു പിടിച്ചിട്ടും അവളുടെ ഏതെങ്കിലും ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് എങ്കിൽ ഫൽയളിരിബിന, അവളോട് നീ കൽപ്പിക്കണം പ്രവാചകരെ, ബിഹുംരിഹിന്ന, അവളുടെ തട്ടം താഴ്ത്തിയിടാൻ, അലാ ജുയൂബിഹിന്ന, അവളുടെ മാറുകൾക്ക് മുകളിൽ. ആ ഉയർന്നു നിൽക്കുന്ന അവയവം പോലും മറ്റൊരാളെ ആസ്വദിപ്പിക്കാത്ത രൂപത്തിൽ നീ താഴ്ത്തിയിടാൻ കൽപ്പിക്കണമെന്ന് അത്രമാത്രം സൂക്ഷ്മതയോടെ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിക്കാനുള്ള കാരണം അവന്റെ വസ്ത്രധാരണം കൊണ്ട് ആളുകളുടെ മനസ്സിലെ ഈമാൻ കളങ്കപ്പെട്ടു പോകാൻ പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളവും ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചു നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കണം. ശരീരത്തോട് ഒട്ടിച്ചേർന്ന് PVC പൈപ്പുകൾ കുത്തിക്കയറ്റിയതുപോലെ നെരിയാണിക്ക് താഴെയും പോയി ഊരന്റെ രണ്ടെല്ലുമ്മൽ തങ്ങി നിൽക്കുന്ന ഇടുകിപ്പിടിച്ച വസ്ത്രവും എവിടെയും കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളും ധരിച്ച് ആസ്വാദനം കണ്ടെത്തുന്ന വ്യക്തികളുണ്ട്. ഇസ്ലാമിനെ കുറ്റം പറയുന്നവരുണ്ട്. ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിലാണ് ഇസ്ലാം. ഒന്നിനും ഒരു ഹലാല് അല്ലെങ്കിൽ ഒരു റാഹത്ത് നൽകാത്ത മതം. ഒരുപാട് നിയമങ്ങളാണതിൽ, ഒരുപാട് കാര്യങ്ങളാണതിൽ. ഇസ്ലാം ഈ രൂപത്തിൽ മനുഷ്യനെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകളുടെ വാക്കുകളും ഇവിടത്തെ ദുശക്തികൾ ഏറ്റെടുക്കാൻ തുടങ്ങി. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പ്രസിദ്ധമാക്കപ്പെട്ട ഇന്ത്യ ടുഡേ എന്ന മാസികയിലെ നടുപ്പേജിലുള്ള 2 വാർത്തകൾ. അതിൽ ഒന്നാമത്തെ പേജിൽ അത്തഹിയ്യാത്തിലിരിക്കുന്ന ഔറത്ത് മറച്ച പർദ്ദയിട്ട് നമസ്കരിക്കാനിരിക്കുന്ന 2 മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രം. എന്നിട്ട് അതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നു ഇസ്ലാമിന്റെ ചട്ടക്കൂട്. നേരെ മറുഭാഗത്തുള്ള പേജിൽ 2 വസ്ത്രം മാത്രം,
2 നൂൽ പോലെയുള്ള വസ്ത്രം മാത്രം ധരിച്ച് ശരീരത്തിന്റെ പൂർണ്ണ ഭാഗവും പുറത്ത് കാണിച്ചു നിൽക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ കൊടുത്തിട്ട് പറയുന്നു, കേരളത്തിന്റെ യശസ്സുയർത്തിയവൾ. ഈ രൂപത്തിൽ പലരും ഇസ്ലാമിനെ തുരങ്കം വെച്ചുകൊണ്ടിരിക്കുമ്പോ സ്വന്തം ജീവിതത്തിലൂടെ ശരീരത്തോടൊട്ടിക്കിടക്കുന്ന ക്ലോത്തുകളിട്ട് വസ്ത്രങ്ങൾ ധരിച്ച് ഈ സമുദായത്തിലൂടെ അയിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ, അതിലെത്ര വിനോദമുണ്ടെങ്കിലും എത്ര നല്ല സന്തോഷമുണ്ടെങ്കിലും ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചത് മറയ്ക്കാനാണ് എങ്കിൽ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാം പെണ്ണിന് മറക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ ആ സൂക്ഷ്മതയും ഓരോ ആളുകളും ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലും അനിയന്ത്രിതമായ വിനോദങ്ങളിലും മനുഷ്യൻ ആസ്വാദനം കണ്ടെത്തുന്നു. പ്രസിദ്ധീകരണങ്ങൾ വായിക്കലാണ് ചില ആളുകൾക്ക് താല്പര്യം. എന്തെങ്കിലും വികാരത്തെ ഉത്തേജിപ്പിക്കുന്ന രസം പിടിപ്പിച്ച വാർത്തകൾ, മറ്റൊരുത്തന്റെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോരായ്മകൾ, അവനവന്റെ കുടുംബത്തിലുള്ള പോരായ്മകളെ പറ്റി ആലോചിക്കാനും സങ്കടപ്പെടാനും ആർക്കും നേരം കിട്ടാറില്ല. ഞാൻ എന്റെ ഭാര്യയോട് എങ്ങനെ മനുഷ്യൻ ചിന്തിക്കാറില്ല, എന്റെ മക്കളോട് ഞാൻ എങ്ങനെ മനുഷ്യൻ സമയം കണ്ടെത്താറില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സിനിമാ നടന്റെ, സിനിമാ നടികളുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന പോരായ്മകൾ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ വിഷയത്തിൽ ഇടപെടുമ്പോഴുണ്ടാകുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ, അത് കേൾക്കാൻ മനുഷ്യന് താല്പര്യം, അത് ആസ്വദിക്കാൻ മനുഷ്യന് താല്പര്യം, അത് കേട്ട് എത്ര സമയം വരെ ഇരിക്കാനും അത് വായിച്ചു തീർക്കാനും മനുഷ്യന് താല്പര്യം. ചില ആളുകളുടെ വിനോദം ആ രൂപത്തിൽ എത്തിപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള ഒട്ടനവധി ജീവിത പ്രവർത്തനങ്ങൾക്കിടയിൽ മനുഷ്യന്റെ ജീവിതം പലപ്പോഴും നാശത്തിലേക്ക് എത്തിപ്പെടാറുണ്ട്, സംസ്കാര ശൂന്യമായി പോകാറുണ്ട്. അതുകൊണ്ട് ആ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആർക്കും ആരെയും സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നല്ല സഹായങ്ങൾ ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥ. മനുഷ്യത്വം പ്രകടിപ്പിക്കുക, മാന്യന്മാരാവുക എന്നുള്ളത് അപൂർവം ചില ആളുകൾക്ക് മാത്രമുള്ളതാണ് എന്ന തോന്നലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പല പത്രങ്ങളിലും പെട്ടിക്കോള വാർത്തകളായി നമ്മൾ വായിക്കാറുണ്ട്. ഓട്ടോയിൽ മറന്നുവെച്ച 25,000 രൂപയും അതേ രൂപത്തിലുള്ള ഡോക്യുമെന്റുകളും ഓട്ടോ ഡ്രൈവർ തിരിച്ചു കൊടുത്ത് മാതൃക കാണിച്ചു. ഓട്ടോ ഡ്രൈവർ ഒരു മുസൽമാനാണെങ്കിൽ, ജമാലെന്നോ ഷമീറെന്നോ പേരുള്ള ഒരു മുസ്ലിം ആണെങ്കിൽ, പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകൾ വായിച്ച് നമ്മൾ പലരോടും പറയാറുണ്ട്, നമ്മളാ കൂട്ടരാണോ, നമ്മളാ കൂട്ടരെ അങ്ങനെ ചെയ്യൂ എന്ന്. എന്തുകൊണ്ട് അതൊരു പെട്ടിക്കോള വാർത്തയായി 1000-1 അത് ചെയ്യുന്നുള്ളൂ? 1000-1000 പേരും ചെയ്യാനാ മനുഷ്യനെ പടച്ച തമ്പുരാൻ മനുഷ്യത്വമുള്ളവനായി പടച്ചത്. കൊമ്പുള്ളവൻ കൊമ്പില്ലാത്ത കുത്തിത്തോൽപ്പിക്കുമ്പോ ആ രൂപത്തിലുള്ള മനുഷ്യന്റെ ജീവിതങ്ങളിലേക്ക് അള്ളാഹുവിന്റെ തിരുദൂതര് പഠിപ്പിച്ചതാ, മനുഷ്യരെ നിങ്ങൾ മനുഷ്യത്വമുള്ളവരാകണം, ആ രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം, സംസ്കാര സമ്പന്നരാവണം, ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവരാകണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ തീരുമാനം ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ പിന്നീട് സ്വന്തം ജീവിതത്തിന്റെ ഏതെങ്കിലും നന്മകൾക്ക് വേണ്ടി, ഏതെങ്കിലും രൂപത്തിലുള്ള ആഹ്ലാദങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെയോ ആ ആദർശത്തെയോ നമ്മൾ ഒരിക്കലും കൈയൊഴിയാൻ പാടില്ല. അങ്ങനെ ഒഴിഞ്ഞിട്ടില്ല ലോകത്തിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത്. കാരണം ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതന്റെ അരികിലേക്ക് വന്ന് ഒരു സ്വഹാബി കൈനീട്ടിയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ. അള്ളാഹുവിന്റെ തിരുദൂതർ അവനോട് തിരിച്ചു പറഞ്ഞു, നിനക്കല്ലാഹു 10 പാപങ്ങൾ പൊറുത്തു തന്നിരിക്കുന്നു, 10 നന്മകൾ അള്ളാഹു വരവ് വെച്ചിരിക്കുന്നു. വീണ്ടും ഒരല്പസമയം കഴിഞ്ഞു, മറ്റൊരു സഹാബി കയറി വന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് കൂട്ടിപ്പറഞ്ഞു. ഉടൻ അള്ളാഹുവിന്റെ തിരുദൂതർ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് 20 പാപങ്ങൾ അള്ള പൊറുത്തു തന്നു, 20 നന്മകൾ അള്ളാഹു വരവ് വെച്ചു. ഒരല്പസമയം കഴിഞ്ഞു, മറ്റൊരു സഹാബി വന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു യാ റസൂലല്ലാ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ പിടിച്ചിട്ട് പറഞ്ഞു, നിന്റെ 30 പാപങ്ങൾ അള്ള പൊറുത്തു, 30 നന്മകൾ അള്ളാഹു വരവ് വെച്ചു. ഒരു മുസൽമാന്റെ സംസ്കാരം, അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യേണ്ടത് ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ച സംസ്കാരത്തിന്റെയും നന്മയുടെയും മാർഗം. അതെത്ര സങ്കടങ്ങളാണെങ്കിലും എത്ര ആവേശമാണെങ്കിലും അതീവ സൂക്ഷ്മതയോടെ ആ വിഷയത്തിൽ ഇടപെടാനും ആ രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും പൂർണ്ണ പ്രതിഫലം കരസ്ഥമാക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുമ്പോൾ മാത്രമേ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ച ഇസ്ലാമിന്റെ മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായി അള്ളാഹു എന്നെയും നിങ്ങളെയും കണക്കാക്കുകയുള്ളൂ. അല്ല എങ്കിൽ വേണ്ടതൊക്കെ ആസ്വദിച്ച് ആവശ്യമുള്ളതൊക്കെ കണ്ട് എല്ലാ ജീവിത പ്രവർത്തനങ്ങളിലും
ആസ്വാദനങ്ങൾ കണ്ടെത്തി ആർക്കോ വേണ്ടി മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ ആർക്കൊക്കെയോ വേണ്ടി താങ്ങിയും തടഞ്ഞും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ലോകത്തിന്റെ റബ്ബ് വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചതുപോലെ വലഖദ് ദറഇനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ഒട്ടനവധി ആളുകൾക്ക് വേണ്ടി നരകം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നു. എന്തേ അവര് ചെയ്ത തെറ്റ്? ലഹും കുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, നല്ലതൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. ഹറാമായ ഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ഹറാമായ മേഖലകൾ കണ്ടെത്താനുമാണ് അവരവരുടെ ചിന്തകളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. വലഹുൻ അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, നല്ലതൊന്നും അവർ കണ്ടിട്ടില്ല. ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പരന്നു കിടക്കുമ്പോ ആ പരന്നു കിടക്കുന്ന ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് തിരിച്ചറിയാനോ അത് കണ്ടു മനസ്സിലാക്കാനോ സാധിക്കാതെ അനാവശ്യതയിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവൻ. വലഹുൻ ആദാനുൻ, അവന് ചെവികളുണ്ട്, ലാ യസ്മഊന ബിഹാ, അതുകൊണ്ട് അവൻ ഒന്നും കേട്ടിട്ടില്ല. ഉലൈക കൽ അൻആം, അവൻ മൃഗതുല്യനായിരിക്കുന്നു. ബൽ അല്ലഹും അളൽ, മൃഗത്തെക്കാളും മോശമായിരിക്കുന്നു. കഴുത്തിൽ കയറിട്ട് വലിച്ചാൽ വലിക്കുന്നവന്റെ പിന്നാലെ പോകുന്ന നാക്കാലികൾക്ക് സമമാണവൻ. ഈ ദുനിയാവിലുള്ള ഓരോരോ സുഖങ്ങൾക്കും രസങ്ങൾക്കും പിന്നാലെ അതിലൊക്കെ വിനോദങ്ങൾ കണ്ടെത്തി, അതിലൊക്കെ രസം കണ്ടെത്തി, അതിനൊക്കെ ആസ്വദിക്കാമെന്ന തീരുമാനത്തോടെ എന്തിന്റെ പിന്നാലെയും പരക്കം പായുന്നവൻ. ഉലൈക കൽ അൻആം, അവൻ മൃഗതുല്യനാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ നാക്കാലികളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരിക്കും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ഓരോരുത്തരും അതീവ ജാഗ്രതയോടെ ഈ വിഷയ സംബന്ധമായി ഉൾക്കൊള്ളേണ്ടതും ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരത്തിലൂടെ ഇസ്ലാം നിയന്ത്രിച്ച രൂപത്തിൽ ആ സന്തോഷത്തോടുകൂടി ഈ അനുവദിക്കപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. പലപ്പോഴും ഈ വിഷയകമായി ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ലോകത്തിന്റെ തിരുദൂതര് ആയുധാഭ്യാസം കാണാൻ അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ പാട്ടുപാടാൻ പെൺകുട്ടികൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ. പ്രായപൂർത്തിയെത്താത്ത ചെറിയ പെൺകുട്ടികൾ ദഫ്മുട്ടി പാട്ടുപാടിയിരുന്നു എന്ന ചരിത്രം മക്കാ ഫത്ഹിന്റെ ദിവസം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിനർത്ഥം പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ മറ്റൊരന്റെ ഭാര്യമാർ കൈമുട്ടിയിട്ടൊപ്പന കളിക്കാമെന്നും, അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് എല്ലാ കൈകൊട്ടിക്കളികളിലും കോൽക്കളികളിലും ഒപ്പനകളിലും ദഫ്മുട്ടുകളിലും പങ്കെടുക്കാം എന്ന ധാരണ ഒരു മുസൽമാൻ വെച്ചു പുലർത്താൻ പാടില്ല. ഇതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ പല രൂപത്തിലും ഇവിടെ കാട്ടിക്കൂട്ടാറുള്ളത്? സ്വന്തം ജീവിതത്തിലേക്ക് പാടില്ല എന്ന് ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ സൂക്ഷ്മതയോടെ ആ വിഷയത്തിൽ ഇടപെടാനും ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമ്മളെ കൊണ്ട് സാധിക്കണം. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം, നാഥാ, നീ ഹലാലാക്കിയതിനെ ഞാനും ഹലാലാക്കിയിരിക്കുന്നു, നീ ഹലാലാക്കി അനുവദിച്ചതിനെ ഞാൻ എന്റെ ആസ്വാദനമായി കണ്ടെത്തിയിരിക്കുന്നു. ആയുധാഭ്യാസ പ്രകടനം എന്നുള്ളത് സർക്കസ് കൂടാരങ്ങളിൽ കയറിയിറങ്ങുമ്പോ കാണുന്ന ഞാണിന്മേൽ കളികളല്ല. അല്പവസ്ത്രധാരികളായ സ്ത്രീകളും അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള പെൺകുട്ടികളും ഞാണിന്മേലും ഊഞ്ഞാലിലും ആടിക്കളിക്കുന്നതിനെ ആയുധാഭ്യാസമായിട്ട് കാണാൻ പാടില്ല. നാട്ടിലായാലും വിദേശത്തായാലും തന്റെ കുടുംബത്തെയും കൂട്ടി സർക്കസ് കൂടാരങ്ങൾ കയറിയിറങ്ങുന്നവർ, വിനോദമായി മറ്റു പല മേഖലകളിലും കണ്ടെത്തുന്നവർ, വാട്ടം തീ പാർക്കുകളിൽ പോയി കുളിച്ച് ആറാടിക്കൊണ്ടിരിക്കുന്നവർ, ശരീരത്തോടൊട്ടിച്ചേർന്നിരിക്കുന്ന വസ്ത്രത്തിന്റെ ഉള്ളിലൂടെ തെറിച്ചു നിൽക്കുന്ന അവയവങ്ങൾ കാണിച്ച് അവനാന്റെ ഭാര്യമാരെയും പെൺമക്കളെയും വെള്ളത്തിൽ കുളിപ്പിച്ചുരുകാൻ വിടാൻ ആസ്വദിപ്പിക്കാൻ അള്ളാന്റെ തിരുദൂതര് പഠിപ്പിച്ചിട്ടില്ല. ആ രൂപത്തിലുള്ള ചില പോരായ്മകൾ മുസൽമാന്റെ ജീവിതത്തിലുണ്ട്. വാപ്പാന്റെ അവധിക്ക് വന്നാൽ ഒരു പോക്കാണ് വാട്ടർ തീം പാർക്കുകളിലേക്ക്, ആസ്വാദനത്തിന് വേണ്ടി, വിനോദങ്ങൾക്ക് വേണ്ടി. ഇത്തരത്തിലുള്ള പല പാർക്കുകളിലും ഒളിഞ്ഞിരിക്കുന്ന ക്യാമറകളിലൂടെ പിന്നീട് വസ്ത്രമില്ലാത്ത രൂപത്തിൽ നെറ്റുകളിലൂടെ പടർന്നുകൊണ്ടിരിക്കുമ്പോ സ്വന്തം മക്കളുടെയും ഭാര്യമാരുടെയും നഗ്നത കണ്ട് നെഞ്ചുപൊട്ടി മരിക്കുന്ന ഭർത്താക്കന്മാർ ഈ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് ആഹ്ലാദിച്ച് ആ രൂപത്തിലുള്ള ഒരാഘോഷവും വിനോദവും ഇസ്ലാം അനുവാദം കൊടുത്തിട്ടില്ല. അവലം യസീറു ഫിൽ അർദ്, ഭൂമിയിലൂടെ നിങ്ങൾ യാത്ര പോയിക്കൊള്ളുക. പക്ഷേ യാത്രയുടെ ഉദ്ദേശം അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ അറിയാൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി മനസ്സിന്റെ സമാധാനമടയാൻ. ആ വിനോദമാണ് ഇസ്ലാം അനുവാദം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് മലിനമായ വിനോദ സംസ്കാരങ്ങളിൽ പലതും എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലൂടെ പ്രകടമാകുമ്പോ ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ച ഈ സൂക്ഷ്മതയോടെ തന്റെ ജീവിതത്തെ ഈ മലിനമായ വിനോദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും നല്ല മുഅ്മിനായി ജീവിക്കാനും നമ്മളെല്ലാവർക്കും പടച്ചു തമ്പുരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയിട്ടുള്ള
സകല തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ ഒരുമിച്ചു കൂടാനുള്ള തൗഫീക്ക് അള്ളാഹു താല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, മക്കളില്ലായ്മ കൊണ്ട് സങ്കടപ്പെടുന്ന ഇണകൾക്ക് ആ മക്കളെന്ന അനുഗ്രഹം കൊടുത്ത് നീ സന്തോഷം നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, മക്കളുണ്ടായിട്ടും സങ്കടപ്പെടുന്ന രക്ഷിതാക്കൾക്ക് ആ സങ്കടങ്ങൾ നീ ലഘൂകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ജോലിയില്ലായ്മ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും രോഗം കൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ പ്രയാസങ്ങളെല്ലാം നീ ലഘൂകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഈ ജീവിതം തൃപ്തിയോടെ ജീവിക്കാനും ക്ഷമയോടെ നിന്റെ ദീനിനെ സ്നേഹിക്കാനുമുള്ള കഴിവും ധൈര്യവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ തമ്പുരാനെ. റബ്ബന അജിർനാ മിനന്നാർ, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.